നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ അമിത രക്തസ്രാവത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. കൗമാരക്കാർ മുതൽ പ്രായമായ സ്ത്രീകൾ വരെ ഇതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ആർത്തവകാലത്തും ആർത്തവ വിരാമത്തിന് ശേഷമുള്ള അസാധാരണ ബ്ലീഡിങ്ങിന്റെ അപകടങ്ങളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ഡോക്ടറോട് ചോദിക്കാം. നമുക്കൊപ്പം തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒബ്സ്ട്രക്റ്റിക് ആൻഡ് ഗൈനക്കോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജയശ്രീ വാമൻ ചേരുന്നു. കേരള സർക്കാർ ART ആൻഡ് സറോഗസി ബോർഡ് സ്റ്റേറ്റ് അപ്രോപ്രിയേറ്റ് അതോറിറ്റി മെമ്പർ കൂടിയാണ് ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യം തന്നെ സ്ത്രീകളിൽ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് അമിത രക്തസ്രാവം ഉണ്ടാവും. ഏത് പ്രായക്കാർക്കിടയിലാണ് ഈ അമിത രക്തസ്രാവം കൂടുതൽ കണ്ടുവരുന്നത്? അമിത രക്തസ്രാവം കൂടുതലായിട്ട് കണ്ടുവരുന്നത് വെച്ചാൽ നമുക്കൊരു 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ആദ്യമായിട്ട് മെൻസസ്, അത് മെനാർക്കി ആയ കൊച്ചുകുട്ടികളിലെ ഒരു 10 മുതൽ 18 വയസ്സ് വരെ ഇടയ്ക്ക് പ്രായത്തിലും. പിന്നെ നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്, അതായത് 18 തൊട്ട് ഒരു 40-45 വയസ്സ് വരെയും. പിന്നെ മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് നമുക്ക് ആർത്തവ വിരാമത്തിന് ശേഷം, മെനോപോസ് ആയതിനു ശേഷം ബ്ലീഡിങ് ഉണ്ടാവുന്നവർക്കും രക്തസ്രാവമാണ്. ഇതിന് 3 ഗ്രൂപ്പിനും പല പല കാരണങ്ങളാണ് രക്തസ്രാവം കൂടുതലായിട്ട് വരാനായിട്ട്. കൊച്ചുകുട്ടികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ തീരെ ഇപ്പം മെനാർക്കി ആകുന്ന സമയത്ത് പല അമ്മമാരും വളരെ വിഷമിച്ചാണ് അവർക്ക് ബ്ലീഡിങ് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത്. ആ സമയത്ത് നമുക്ക് അവർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. കാര്യം പലപ്പോഴും ഇതായിരിക്കും ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അവർക്ക് എന്തെങ്കിലും ബ്ലഡ് ക്ലോട്ടിങ് ഡിഫിക്കൽട്ടി ഉണ്ട്, അതായത് ഹീമോഫീലിയ പോലത്തെ അസുഖങ്ങളോ അല്ലെങ്കിൽ വോൺ വിലിബ്രാൻസ് ഡിസീസോ അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങൾ കാരണവും ചിലപ്പോൾ ഇങ്ങനെ അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാകാം. അപ്പോൾ അതിന് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ രണ്ടാമത്തെ കാരണം അവർക്ക് മെയിനായിട്ടും ഈ തുടക്കത്തിൽ അവരുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം അത് കംപ്ലീറ്റ് അതിൻ്റെ ആക്സിസ്, ആ ഹോർമോണൽ ആക്സിസ് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കാണത്തില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അണ്ടോൽപാദനം കറക്റ്റായിട്ട് നടക്കാതെ വരികയും ഇപ്പോൾ ഹോർമോണിൻ്റെ കുറവ് കൊണ്ടും അമിത രക്തസ്രാവം കുട്ടികളിലും ഉണ്ടാവാം. അതിന് നമുക്ക് പ്രൊജസ്ട്രോൺ ഹോർമോണോ അല്ലെങ്കിൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷനായിട്ടുള്ള ടാബ്ലറ്റ്സ് കൊടുക്കുമ്പോൾ അത് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഡോക്ടർ, ഈ 40 കഴിഞ്ഞ സ്ത്രീകളിൽ ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം? 40 വയസ്സ് ഇപ്പം എൻ്റെ ഒരു പ്രാക്ടീസിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് സ്ഥിരമായിട്ട് കണ്ടുവരുന്നത് പല സ്ത്രീകളും അവരുടെ ഈ അമിത രക്തസ്രാവം വളരെ ലൈറ്റായിട്ടാണ് എടുക്കുന്നത്. പലപ്പോഴും അവർ അടുത്തുള്ള വീട്ടുകാരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അവർ തന്നെ തീരുമാനം എടുക്കും ഇത് ചിലപ്പോൾ നിൽക്കാൻ പോകുന്നതിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ പലപ്പോഴും പല സ്ത്രീകളും ഒരു ഹീമോഗ്ലോബിൻ 3 അല്ലെങ്കിൽ 4 വളരെ ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ടാണ് അവർ ഹോസ്പിറ്റലിൽ തന്നെ വരുന്നത്. അതിൻ്റെ കാരണം അവർക്ക് ഈ ബ്ലീഡിങ് ഉണ്ടാവുന്നത് കൂടുതലാകുമ്പോൾ അവരത് നോർമലായിട്ട് വിചാരിച്ചിരിക്കുന്നതാണ് റീസൺ. പല കാരണങ്ങളുണ്ട്. ഒന്ന് നമുക്ക് നമ്മുടെ യൂട്രസ്, അതായത് ഗർഭാശയത്തിൻ്റെ അനാറ്റമിക്കലായിട്ടുള്ള ഇഷ്യൂസ് കാരണം, ലൈക്ക് ഒരു പോളിപ്പ് അതിനകത്ത് ഡെവലപ്പ് ചെയ്യുക. അത് പോളിപ്പ് എന്ന് വെച്ചാൽ ഗർഭാശയത്തിനുള്ളിൽ ഗ്ലാൻഡിൻ്റെ ഓവർ ഗ്രോത്ത് കൊണ്ട് വരുന്നതാണ്. യൂട്രസിൻ്റെ മസിലിനകത്ത് ട്യൂമർ പോലെ ഡെവലപ്പ് ചെയ്യുക. അത് മോസ്റ്റ് ഓഫ് ദി ടൈം ക്യാൻസർ ഒന്നും അല്ല, ഒരു ഓൾമോസ്റ്റ് ബിനൈൻ കണ്ടീഷനാണ്. വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ അതിനകത്ത് ക്യാൻസർ ഡെവലപ്പ് ചെയ്യാറുള്ളൂ. പിന്നെ ഒരു കണ്ടീഷനാണ് അഡിനോമയോസിസ് എന്ന് പറഞ്ഞാൽ. അഡിനോമയോസിസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഗർഭാശയത്തിനുള്ളിലുള്ള ആവരണം, ആ സെല്ല് മസിലിലേക്ക് കയറിയിരിക്കും. അപ്പോൾ ഈ സെല്ല് നമ്മുടെ ഹോർമോൺ സെൻസിറ്റീവാണ്. ഹോർമോൺ കൂടുന്നതും കുറയുന്നതിനനുസരിച്ച് നമ്മുടെ നോർമൽ മെൻസ്ട്രേഷൻ നടക്കുമ്പോൾ ഈ സെല്ലും ബ്ലഡും കൂടെയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അത് മസിലിലേക്ക് ഈ സെല്ല് കയറിയിരിക്കുമ്പോൾ ഈ ബ്ലഡ് പുറത്തേക്ക് വരാൻ പറ്റൂല, അവിടെ തന്നെ ഇരുന്ന് ഈ മസിലിൻ്റെ ഇടയ്ക്ക് ടയർ ചെയ്ത് ബ്ലീഡ് ചെയ്യും. അതിനാണ് അഡിനോമയോസിസ്. അമിതമായിട്ടുള്ള അവർക്ക് മെൻസസ് സമയത്ത് വേദന അനുഭവപ്പെടുന്ന ഒരു കാരണം തന്നെ അഡിനോമയോസിസ് ആണ്. അത് കുറച്ച് കോമൺ ആയിട്ടാണ് ഈ ഇടയ്ക്ക് സ്ത്രീകളിൽ അത് കാണപ്പെടുന്നത്. അതിന് ഫലപ്രദമായ ചികിത്സയും അവൈലബിൾ ആണ്. ഒരു പരിധിവരെ നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഈ പ്രീ ക്യാൻസറസ് കണ്ടീഷൻ, ക്യാൻസേഴ്സും ഒരു പരിധിവരെ വരാം. അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവർ ബ്ലഡ് ടെസ്റ്റും സ്കാനും ഒക്കെ ചെയ്യുമ്പോഴും പിന്നെ വേണ്ടി വന്നാൽ ഉള്ളിൽ നിന്ന് ഒരു DNC പോലത്തെ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഹിസ്റ്റോസ്കോപ്പി ചെയ്ത് നമുക്കെടുത്ത് പരിശോധനയ്ക്ക് അയക്കേണ്ടി വരും. പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് ക്യാൻസറും ക്യാൻസർ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. പ്യുവർലി നോൺ ക്യാൻസറസ് കണ്ടീഷൻ ആകണം എന്നില്ല. ഡോക്ടർ, പല സ്ത്രീകളിലും ഒരു 10-ൽ കൂടുതൽ ദിവസമൊക്കെ ബ്ലീഡിങ് നീണ്ടു നിൽക്കുന്ന സാഹചര്യം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ കനത്ത ബ്ലീഡിങ് കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നീണ്ടു നിൽക്കുന്ന വെച്ചാൽ കൂടുതലായിട്ടും നമ്മൾ കോമൺ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഫൈബ്രോയിഡ് ആണ് കോമണസ്റ്റ് കോസ്. ഫൈബ്രോയിഡ്, അപ്പോൾ ഫൈബ്രോയിഡ് ഗർഭാശയത്തിൻ്റെ മുകളിലായിട്ട് വരാം. അതിൻ്റെ മസിലിനകത്തോട്ട് കയറിയിരിക്കുന്നതും അത് ക്യാവിറ്റിക്കകത്തോട്ട് തള്ളി നിൽക്കുന്ന സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് എന്ന് പറയും. ഈ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് ആണ് കൂടുതലായിട്ട്. സബ്മ്യൂക്കസ് ഫൈബ്രോയിഡിൽ നിന്ന് ആ ബ്ലീഡിങ് ഉണ്ടാകുന്ന സമയത്ത് അത് നോർമൽ ഒരു സ്ത്രീക്കാണെങ്കിൽ മെൻസസിൻ്റെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെസലെല്ലാം ചുരുങ്ങി
ആ ബ്ലീഡിങ് അങ്ങ് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫൈബ്രോയിഡോ അഡിനോമൈസിസോ അസുഖമുള്ള സ്ത്രീകൾക്ക് ആ നോർമൽ പ്രക്രിയ നടക്കത്തില്ല. അതിന് പകരമായിട്ട് കൂടുതലായിട്ട് ബ്ലീഡിങ് വരും. അത് കൂടുതൽ എങ്ങനെ സ്ത്രീകൾ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ മാറ്റുന്ന നമ്പർ ഓഫ് പാഡ്സിൽ കൂടുതൽ ചില സ്ത്രീകളുടെ മണിക്കൂറുകളിൽ തന്നെ ഓരോ മണിക്കൂർ ഇടവിട്ട് അവർക്ക് പാഡുകൾ ചേഞ്ച് ചെയ്യേണ്ട ഒരവസ്ഥയിലോട്ട് പോകും. കഠിനമായി വയറുവേദന വരും. പിന്നെ ബ്ലഡ് നോക്കുമ്പോൾ നോർമൽ മെൻസ്ട്രൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ പാടില്ല, കട്ട പിടിക്കാൻ പാടില്ല. അപ്പോൾ ഇവർക്ക് കട്ടയായിട്ട് ബ്ലഡ് പോവും. കട്ട പിടിച്ച് പോകുക എന്ന് പറയുന്ന തന്നെ കാണുമ്പോൾ അത് നോർമലിൽ കൂടുതലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ 8 ദിവസത്തിൽ കൂടുതലൊക്കെ മെൻസസ് നിൽക്കുക, അതും അബ്നോർമലായിട്ട് നമ്മളത് മനസ്സിലാക്കണം. അത് സ്ത്രീകൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചു അവർ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. കാരണം പലപ്പോഴും ഇവരുടെ ശ്രദ്ധ കൂടുതൽ ഫാമിലിയിലും കുട്ടികളിലും ഭർത്താവിൻ്റെ കാര്യങ്ങളും അവരൊക്കെ അങ്ങനെ നോക്കിയിരിക്കുന്നതുകൊണ്ട് ഇവരുടെ ഹെൽത്തിൽ അവർ അധികം അത് ശ്രദ്ധ കേന്ദ്രീകരിക്കാറില്ല. അതൊരു മെസ്സേജ് എനിക്ക് എല്ലാ പൊതുജനങ്ങൾക്കും പറയാനുള്ളതാണ്. എല്ലാവരും മെൻസ്ട്രൽ വരുന്ന ബ്ലീഡിങ് അവരത് കറക്റ്റായിട്ട് തന്നെ എന്തെങ്കിലും അബ്നോർമാലിറ്റി കണ്ടാൽ അത് ഡോക്ടറെ തന്നെ സമീപിക്കണം. കാര്യം പെട്ടെന്ന് രക്തസ്രാവം കൂടുതലായിട്ട് വന്ന് അനീമിക് ആകാനോ തന്മൂലം ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഡോക്ടർ പറഞ്ഞ പോലെ ബോധവൽക്കരണത്തിൻ്റെ ഒരു കുറവ് ഉണ്ട്. മാത്രമല്ല ഡോക്ടർ, എന്താണ് ഇതിനെ തുടർന്നുണ്ടായ അപായ സൂചനകൾ, അല്ലെങ്കിൽ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? അവർക്ക് നോർമലായിട്ട് ഒരു സ്ത്രീക്ക് സാധാരണ 3 ദിവസം 4 ദിവസത്തിനകം ബ്ലീഡിങ് നിൽക്കുക. ചിലപ്പം 1 മാസത്തിൽ ചിലപ്പം കുറച്ചൊരു അബ്നോർമൽ ആവാം. അത് നമ്മൾ അത്രയൊരു ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് റിക്കറിങ് മന്ത്സിൽ ഇങ്ങനെ ബ്ലീഡിങ് എക്സസ് ആയിട്ട് വരുമ്പം തീർച്ചയായിട്ടും അവർ ഡോക്ടറെ കാണണം. എക്സസ് ആയിട്ട് അവർക്ക് മൾട്ടിപ്പിൾ പാഡ്സ് മാറ്റുന്ന ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അവർക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തല കറക്കം, വിളർച്ച പോലെ വരിക, നെഞ്ചുവേദന വരിക, അങ്ങനത്തുള്ള സൈൻസൊക്കെ ഒരു വിളർച്ചയുടെ ഇഷ്യൂ കൊണ്ടാണ്. അത് ഉടൻ തന്നെ അവർ ഡോക്ടറെ കണ്ട് അത് വയറുവേദന വരിക. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർ ഡോക്ടറെ ഉടൻ തന്നെ കാണേണ്ടതാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ 8 ദിവസത്തിൽ കൂടുതൽ ആർത്തവം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ ആർത്തവ വിരാമത്തിന് ശേഷമുള്ള രക്തസ്രാവം എന്തുകൊണ്ടാണ്? അതിന് എന്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? ആർത്തവ വിരാമ ആർത്തവം നമുക്ക് മെനോപോസ് ആയതിന് ശേഷം ബ്ലീഡിങ് വരുമ്പോൾ എല്ലാവർക്കും വളരെ ഒരു ഭയപ്പാടുള്ള ഒരു കണ്ടീഷനാണ്. എല്ലാവരും എനിക്ക് എല്ലാമേ ക്യാൻസർ ആണെന്നാണ്. പക്ഷേ ആക്ച്വലി ഇല്ല. ബിക്കോസ് മെജോറിറ്റി നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ എന്ന് വെച്ചാൽ ഹോർമോൺ കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഈ മെനോപോസ് ആകുന്നത്. ഈ ഈസ്ട്രജൻ ഹോർമോൺ നമ്മുടെ ഈ ഗർഭാശയത്തിനുള്ളിലുള്ള സെല്ലിൻ്റെ ഗ്രോത്തിനെല്ലാം ആവശ്യമാണ്. വജൈനൽ സെൽസിൻ്റെ ഗ്രോത്തിന് ആവശ്യമാണ്. അപ്പോൾ ഈസ്ട്രജൻ ഹോർമോൺ കുറയുമ്പോഴത്തേക്ക് നമ്മുടെ യൂട്രസിനകത്ത് എൻഡോമെട്രിയൽ ഗ്ലാൻസ് എല്ലാം അട്രോഫി ആവും. അതെല്ലാം ചുരുങ്ങിപ്പോകും. വജൈനയിലെ സെൽസ് എല്ലാം ചുരുക്കൽ വരും. ആ ചുരുക്കൽ കാരണം ചെറിയ ബ്ലീഡിംഗ് ഉണ്ട്. അതിന് അട്രോഫിക് വജനൈറ്റിസ്, അട്രോഫിക് എൻഡോമെട്രൈറ്റിസ് എന്ന് നമ്മൾ ശാസ്ത്രീയമായി സംസാരിക്കും. ആ ബ്ലീഡിങ്ങും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ എല്ലാ ബ്ലീഡിങ്ങും നമ്മൾ ആർത്തവ വിരാമനത്തിന് ശേഷം വരുന്ന ബ്ലീഡിങ് എല്ലാം തന്നെ ഇവാലുവേറ്റ് ചെയ്യണം. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കണം. സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഗർഭപാശത്തിനുള്ളിലുള്ള എൻഡോമെട്രിയൽ തിക്നെസ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അത് 4 മില്ലിമീറ്റർ അല്ലെങ്കിൽ 5 മില്ലിമീറ്ററിൽ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമ്മളത് ബയോപ്സി എടുത്ത് നോക്കണം. എന്നിട്ട് മേക്ക് ഷുവർ ചെയ്യണം അത് ക്യാൻസറിൻ്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു പ്രീ ക്യാൻസർ സ്റ്റേറ്റോ അല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ചികിത്സിക്കാൻ. അപ്പോൾ ആർത്തവ വിരാമത്തിന് ശേഷം വരുന്ന ബ്ലീഡിങ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, നമുക്കിപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. പുനലൂരിൽ നിന്നും ലിസിയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ ലിസിയാണ്. പറഞ്ഞോളൂ. എനിക്ക് ഇപ്പോഴും 52 വയസ്സുണ്ട്. ഇപ്പോഴും കറക്റ്റായിട്ട് ബ്ലീഡിങ് മെൻസസ് വരുന്നുണ്ട്. ബ്ലീഡിങ് കറക്റ്റ് 2-നകത്തൊക്കെ എനിക്ക് നിൽക്കാൻ വയ്യ. കട്ടയായിട്ടാണ് വരുന്നത്. 2-3 ദിവസത്തേക്ക് അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ച്, ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് സ്കാൻ ചെയ്തു. കുഴപ്പമൊന്നും ഇല്ല എന്നാ പറയുന്നത്. മാസത്തിൽ കറക്റ്റായിട്ട് വരുന്നുണ്ട്? എല്ലാ മാസവും കറക്റ്റ് ഒരു ദിവസം കണ്ടേ ഉള്ളായിരുന്നു. 1 മാസം എനിക്ക് വന്നില്ല. പിന്നെ ബ്ലീഡിങ് കറക്റ്റായിട്ട് അങ്ങ് പോവുക. 2-3 മാസം 2-3 ദിവസത്തേക്ക് നല്ല കട്ടയായിട്ട് അങ്ങ് പോകും. എനിക്ക് നടക്കാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല. 3 ദിവസം ബ്ലീഡിങ് നിൽക്കാറുള്ളൂ? നിൽക്കാറുള്ളൂ. ഓക്കെ. അപ്പൊ അത് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഈയിടെയായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങുന്നുണ്ട്. സ്കാൻ ചെയ്ത് എനിക്ക് ഇതായി ഇത് നമ്മുടെ മോനെ പ്രസവിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ആയി കഴിഞ്ഞ ഒരു 3-4 വർഷം കൊണ്ട് ഇതിങ്ങനെ തന്നെ. പക്ഷെ 3 ദിവസമേ ഉള്ളൂ. നമ്പർ ഓഫ് പാഡ്സ് മാറ്റുന്നതിൽ മാത്രം നമുക്ക് കുറച്ച് അധികമായിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലേ? ചില ദിവസങ്ങളിൽ 10-12 ദിവസമൊക്കെ നിൽക്കും. അങ്ങനെ ഒരു മാസം എനിക്ക് 2 പ്രാവശ്യം വന്നായിരുന്നു.
അപ്പം അതിന് നമുക്ക് താൽക്കാലികമായിട്ട് ഈ രക്തം കട്ട പിടിച്ച് അധികം ബ്ലീഡിങ് വരാതിരിക്കാനായിട്ടുള്ള കുറച്ച് ഗുളികകളുണ്ട്. അത് നമുക്ക് ട്രൈ ചെയ്യാം. സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും അഡിനോമയോസിസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. എന്തുകൊണ്ടാണ് ഈ ബ്ലീഡിങ് ഇങ്ങനെ ഈ ഒരു പ്രായത്തിൽ പെട്ടെന്ന് വരാൻ കാരണം എന്ന് നമുക്ക് നോക്കണം. നോക്കിയിട്ട് അതിനനുസരിച്ച് ഹോർമോൺ ചികിത്സയാണെങ്കിൽ ഹോർമോൺ ചികിത്സ എടുക്കേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൺസർവേറ്റീവായിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഗുളികകൾ കഴിച്ച് താൽക്കാലികമായിട്ട് നമുക്ക് ആ ബ്ലീഡിങ് കുറയ്ക്കാൻ പറ്റും. പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, മാത്രമല്ല ഈ ഡോക്ടറെ സമീപിക്കാതെ പലരും സ്വയം ചികിത്സ അല്ലെങ്കിൽ സ്വയം ഇപ്പോൾ ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങുന്ന പ്രവണതയൊക്കെ കണ്ടുവരുന്നുണ്ട്. അത് എത്രത്തോളം അപകടകരമാണ്? അത് ഒരു വലിയ കോമൺ പ്രോബ്ലമാണ് നമ്മുടെ കേരളത്തിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല സ്ത്രീകളും അവർ അടുത്തുള്ള ആൾക്കാരുടെ അടുത്താണ് ചോദിക്കുമ്പോൾ അവർ പറയും ഇത് ഈ 45-50 വയസ്സിലൊക്കെ ഓക്കെയാണ്, കുറച്ച് ബ്ലീഡിങ് കൂടുതലായിട്ട് വരും, അതത്ര കാര്യമാക്കണ്ട. പക്ഷേ പലപ്പോഴും ഞാൻ എൻ്റെ പ്രാക്ടീസിൽ കണ്ടിട്ടുള്ളത് വളരെ വളരെ ക്രിട്ടിക്കലായിട്ട് സ്ത്രീകൾ ഹീമോഗ്ലോബിൻ 3-4 നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞാണ് അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മൾട്ടിപ്പിൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഞങ്ങൾക്ക് വേണ്ടി വരും പേഷ്യൻ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി. ആ ഒരു അവസ്ഥ വരെ അവർ വീട്ടിലിരിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാ സ്ത്രീകൾക്കും എനിക്ക് വീണ്ടും പറയാനുള്ള ഒരേ കാര്യം തന്നെയാണ്, നമുക്ക് ആർത്തവ കാലത്ത് കൂടുതലായിട്ട് ബ്ലീഡിങ് അനുഭവപ്പെടുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതങ്ങ് വഷളാകുന്നിടം വരെ വെയിറ്റ് ചെയ്യാതെ നമ്മൾ ഡോക്ടറെ കണ്ട് അതിന് വേണ്ടുന്ന ചികിത്സ നേടേണ്ടതാണ്. ഇപ്പം പലതരത്തിലുള്ള എല്ലാത്തിനും തന്നെ ഓപ്പറേഷൻ തന്നെ വേണ്ടി വരത്തില്ല. പലതും നമ്മൾ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന പല കണ്ടീഷൻസും ഉണ്ട് ഇത്. അപ്പോൾ അത് നമ്മൾ ഡോക്ടറെ കണ്ട് അതിന് വേണ്ടുന്ന നിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ്. അതിന് വ്യക്തമാണ് ഡോക്ടർ. മാത്രമല്ല ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാവുമോ? എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഭാവിയിലെ പ്രശ്നങ്ങൾ ഈ അനീമിയ കൊണ്ടിട്ട് ഇപ്പം ഈ എക്സസീവ് ബ്ലീഡിങ് വരുന്ന ഞാൻ പറഞ്ഞില്ലേ, ക്യാൻസർ അല്ലാത്ത കണ്ടീഷനാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല. മുഴകൾ ഉണ്ടായി മുഴകൾ വലുതാവുകയാണെങ്കിൽ ആ പ്രഷർ സിംറ്റംസ് നമുക്ക് ബ്ലാഡറിൽ പ്രസ് ചെയ്തിട്ടോ യൂറിനറി സിംറ്റംസ് വരാം. നമ്മുടെ യൂറിറ്റ്, അതായത് കിഡ്നിയിൽ നിന്ന് യൂറിൻ താഴേക്ക് കൊണ്ടുവരും, നമ്മൾ അറിയാതെ തന്നെ മുഴകൾ അങ്ങനെ അവിടെ ഇരുന്നിട്ട് അതിനെ പ്രസ് ചെയ്ത് കിഡ്നിക്കൊക്കെ ബാക്ക് പ്രഷറും ഇഷ്യൂസൊക്കെ ഉണ്ടാവാം. പിന്നെ വളർച്ച ബാധിക്കാം, നമുക്ക് ബ്ലഡ് ലോസ് ആയിട്ട് ഇൻഫെക്ഷൻസിൻ്റെ സാധ്യത കൂടുതലുണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഒരു ഫസ്റ്റ് സിംറ്റം ആയിരിക്കും നമുക്ക് എക്സസീവ് ബ്ലീഡിങ്. അതൊരു അസുഖമല്ല, അതൊരു സിംറ്റമാണ്, ഒരു അസുഖത്തിൻ്റെ ലക്ഷണമാണ്. അത് നേരത്തെ കൂട്ടി നമ്മൾ മനസ്സിലാക്കി അതിന് വേണ്ടുന്ന ചികിത്സ നമ്മൾ തേടണം. അല്ലെങ്കിൽ ഭാവിയിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇഷ്യൂസ് നമ്മുടെ ഓർഗൻസിന് വരാൻ സാധ്യതയുണ്ടാകും. ഡോക്ടർ, അമിത രക്തസ്രാവം തടയാൻ അല്ലെങ്കിൽ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അമിത രക്തസ്രാവം ഈ പറയപ്പെടുന്ന ഹോർമോണൽ ഇംബാലൻസ് ആണെങ്കിൽ ആ ഹോർമോണൽ ഇംബാലൻസ് ഒരു ഡോക്ടറെ കണ്ടിട്ട് അത് എന്തുകൊണ്ടാണ്, ഇപ്പം ചില സ്ത്രീകളിൽ ഉൽപ്പാദനം കറക്റ്റായിട്ട് വരാതിരിക്കുക, അനോവുലേഷൻ എന്ന് പറയും. ആ അനോവുലേഷൻ വരുന്നത് കൊണ്ട് അവർക്ക് കൂടുതലായിട്ട് ബ്ലീഡിങ് ആ സൈക്കിളിൽ ചിലപ്പോൾ വരും. 2-3 മാസം വരാതിരുന്നിട്ട് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകും. ഓവുലേഷനാണ് അവർക്കിപ്പം കുട്ടികളുണ്ടാവുകയാണ് വേണ്ടുന്നതെങ്കിൽ നമുക്ക് ഓവുലേഷൻ നടത്താനായിട്ടുള്ള ടാബ്ലറ്റ്സ് കൊടുത്ത് ഓവുലേഷൻ നടത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ എക്സസീവ് ബ്ലീഡിങ് ഒരു പരിധിവരെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മുഴകളാണ് ഗർഭാശയത്തിലുണ്ടെങ്കിൽ അതിന് നമുക്ക് മുഴകൾ മാറ്റി വളരെ യങ് ആയിട്ടുള്ള പ്രായത്തിൽ മുഴകൾ മാറ്റിയുള്ള ചികിത്സ ചെയ്യാൻ പറ്റും. അത് ഓപ്പറേഷൻ വെച്ചും ചെയ്യാൻ പറ്റും, ഓപ്പറേഷൻ ഇല്ലാതെയും നമുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് കുറച്ച് ഡെവലപ്മെൻറ്റ് ഉണ്ട്, നോൺ സർജിക്കൽ മെത്തേഡ്സ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ. പിന്നെ അഡിനോമയോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. അതായത് നമ്മുടെ ഗർഭാശയത്തിനുള്ളിലുള്ള സെല്ല് മസിലിലേക്ക് കയറിയിരിക്കുന്നത്. അതിന് LNG-IUS എന്ന് പറയുന്നൊരു സിസ്റ്റമുണ്ട്. അതായത് കോപ്പർട്ടി പോലെ ഇരിക്കും, അതിങ്ങനെ ഹോർമോൺ യൂട്രസിനകത്ത് ചെറിയ തോതിൽ റിലീസ് ചെയ്യും. അപ്പം നമ്മൾ സാധാരണ ഹോർമോൺ ഗുളികൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് ഇഫക്ട്സ് ഒന്നും അതിനാദ്യമായിട്ട് ഉണ്ടാകാറില്ല. അത് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് അഡിനോമയോസിസിന്. ശരി ഡോക്ടർ, വ്യക്തമാണ്. നമുക്കൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്നും രമ്യയാണ്. രമ്യ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. ഞാൻ രമ്യ, ഡോക്ടറെ കൊല്ലം ജില്ലയിൽ നിന്ന് വിളിക്കുക. എനിക്കിങ്ങനെ യൂട്രസിനായി പോളിപ്പുകൾ ഉണ്ടെന്ന് പറയുന്നു സ്കാൻ ചെയ്തപ്പോഴും. എത്ര വയസ്സുണ്ട് രമ്യക്ക്? 38. പറഞ്ഞോളൂ. അപ്പൊ ഈ പീരീഡ് സമയത്ത് നല്ല കട്ടയായിട്ടാ പോകുന്നത്. ഇപ്പം ഈ മാസം പോയത് 4ാമത്തെ ഡേയില് നല്ല കട്ടയായിട്ടാണ് പോയത്. നല്ല കട്ടയെന്ന് പറയുമ്പോൾ നല്ലോണം ഇച്ചിരി വലുപ്പത്തിലാ പോകുന്നത്. ഓക്കെ. അപ്പൊ
സ്കാൻ ചെയ്ത് പോളിപ്പ് കണ്ട സ്ഥിതിക്ക് നമുക്ക് ഹിസ്ട്രോസ്കോപ്പ് ആ ഡോക്ടർ തന്നെ നിങ്ങൾക്ക് കാണാം. അത് ചിലപ്പോൾ മരുന്ന് മാത്രം കഴിച്ചാൽ അത് കൺട്രോൾ ചെയ്യണം നിർബന്ധമില്ല. പിന്നെ ചെറിയ പോളിപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മരുന്നിലൊക്കെ ഒരുവിധം കൺട്രോൾ ആവും. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയും. അതായത് ഗർഭാശയത്തിനുള്ളിലേക്ക് ചെറിയൊരു ടെലിസ്കോപ്പ് പോലെ ഒരു സാധനം ഇട്ടിട്ട് നമുക്ക് ആ പുറത്തൊന്നും മുറിവില്ലാതെ തന്നെ നമുക്ക് ആ പോളിപ്പിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. എന്നിട്ട് ആ പോളിപ്പ് എടുത്ത് നമ്മളത് പരിശോധനയ്ക്ക് അയക്കണം. അത് കുഴപ്പമൊന്നും ഇല്ലാത്തതാണെന്ന് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് പോളിപ്പ് മാറ്റാത്തിടത്തോളം ഈ ബ്ലീഡിങ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും, കൂടുതലായിട്ട് കട്ടയായിട്ട് പോകും. ഡോക്ടർ, ഈ ഗർഭഛിദ്ര ഗുളിക കഴിക്കുന്നത് കൊണ്ട് ഈ അമിത രക്തസ്രാവത്തിന് ഒരു കാരണമാവുന്നുണ്ടോ? അതെ, അബോർഷൻ ടാബ്ലറ്റ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അത് അബോർഷൻ ആകുന്നത് അബോർഷൻ ബ്ലീഡിങ് ആയിരിക്കും ആ പേഷ്യൻറ്റിന് വന്നത്. പാർഷ്യലി ഓപ്പൺഡ് ആയിട്ട് ഇങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം അത് എനിക്ക് തോന്നുന്നു നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് ടാബ്ലറ്റ്സ് വീട്ടിൽ വെച്ച് കഴിക്കാൻ പറയുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയുന്ന ഒരു റെഡ് ഫ്ലാഗ് സൈൻ ആണ്. എക്സസീവ് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ദേ ഹാവ് ടു കോൺടാക്ട് ഹോസ്പിറ്റലിനെ കോൺടാക്ട് ചെയ്യണം. കാര്യം ചിലപ്പോൾ അങ്ങനെ ബ്ലീഡ് ചെയ്ത് കൂടുതലായിട്ട് ബ്ലഡ് പോയി അവർ അനിമിക് ആവാനുള്ള സാധ്യത ഉണ്ടാകും. ഇപ്പോൾ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ബ്ലീഡിങ് വരുന്നതിൻ്റെ സാധനം ഗർഭാശയ മുഖം തുറന്ന് ആ അബോർഷൻ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ് അമിതമായിട്ടുള്ള രക്തസ്രാവം നമ്മൾ കാണുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമുക്കിപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. അങ്ങാടിപ്പുറത്ത് നിന്നും യശോദയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. യശോദ കേൾക്കാമോ? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. 45 വയസ്സിൽ ഫീസ് നിന്നു. അപ്പൊ ഇനി ഉണ്ടാവുമെന്ന് അറിയാനേ. കേൾക്കാൻ പറ്റുന്നില്ല. 45 വയസ്സിൽ പീരീഡ്സ് നിന്നു. അപ്പൊ ഇനി ഉണ്ടാവും നോക്കാനേ. 45 വയസ്സിൽ പീരിയഡ്സ് നിന്നതാണ്. ഇനി വരാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് പ്രേക്ഷകർ. എന്നിട്ട് എത്ര വർഷമായി? 1 വർഷമായി അവനായി. 1 വർഷം. ഇപ്പൊ നോർമൽ 1 വർഷം ആവാനായി തുടങ്ങി. 1 വർഷം ആകാൻ പോകുന്നു. 45 വയസ്സിൽ ചില സ്ത്രീകളിൽ മെനോപോസ്, അതായത് ആർത്തവ വിരാമം സംഭവിക്കാറുണ്ട്. ആ 1 വർഷത്തിന് ശേഷമാണ് വീണ്ടും ബ്ലീഡിംഗ് എങ്കിൽ അത് നമ്മൾ ആർത്തവ വിരാമത്തിന് ശേഷമുള്ള ബ്ലീഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. അത് അങ്ങനെ അതിനുള്ള ഇവാലുവേഷനും ടെസ്റ്റുകളും നമുക്ക് ചെയ്യേണ്ടി വരും. അത് മെനോപോസ് ആയതായിട്ട് തന്നെ എടുക്കേണ്ടി വരും. 45 വയസ്സിൽ നിന്ന് 1 വർഷം കഴിഞ്ഞാൽ മെനോപോസ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വരുവാണെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. അത് ചിലപ്പോൾ നോർമൽ ആകണം എന്നില്ല. എൻ്റെ ആൻസർ മനസ്സിലായോ? ഹലോ. പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, ഈ നൂതന ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഈ അമിത രക്തസ്രാവത്തിനുള്ള? ഫൈബ്രോയിഡിനാണ് മെയിനായിട്ടും നൂതനമായ ചികിത്സാ രീതികൾ ഇപ്പോൾ അവൈലബിൾ. പണ്ട് നമുക്ക് സർജിക്കൽ ഓപ്ഷൻ മാത്രമേ ഉള്ളായിരുന്നു. അതായത് യങ് ആയിട്ടുള്ള വുമൺ, വളരെ ചെറുപ്പത്തിലുള്ള സ്ത്രീകൾക്ക് ഗർഭാശയം നമുക്ക് നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല. മുഴകൾ മാത്രമായിട്ട് എടുത്ത് മാറ്റാം. അതിനാണ് മയോമെക്ടമി എന്ന് നമ്മൾ പറയുന്നത്. അത് ഓപ്പൺ സർജറിയും നമുക്ക് ലാപ്രോസ്കോപ്പി കീഹോൾ ഓപ്പറേഷൻ വഴിയും നമുക്ക് മുഴകൾ എടുത്ത് മാറ്റാം. പ്രായമായ സ്ത്രീകളിൽ നമ്മൾ ഗർഭാശയത്തോടു കൂടി മുഴകൾ നീക്കം ചെയ്യും. കാര്യം മുഴകൾ മാത്രം മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് മുഴകൾ ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട്. അതൊരു കാരണമാവാം പിന്നെ ബ്ലീഡിങ് ഉണ്ടാകാൻ. പിന്നെ സർജറി ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്ക് ഇപ്പോൾ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. ആൻറ്റഗോണിസ്റ്റ്, അതായത് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒരു 60% വോളിയം റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട് ഫൈബ്രോയിഡിന്. പക്ഷേ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീഗ്രോ ചെയ്ത് വീണ്ടും നമുക്ക് സിംറ്റംസ് അപ്പിയർ ചെയ്യും. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ യൂട്രൈൻ ആർട്ടറി എംബലൈസേഷൻ. അതായത് നമ്മുടെ ഗർഭാശയത്തിലേക്ക് പോകുന്ന രക്തക്കുഴലിൽ ഈ മുഴകളിലേക്ക് എക്സ്പെഷ്യലി പോകുന്ന അത് സെലക്റ്റീവായിട്ട് നമുക്ക് ആ രക്തക്കുഴലിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുഴയിലേക്കുള്ള രക്തോട്ടം കുറയും. തന്മൂലം ആ മുഴ ചുരുങ്ങി വരാനും നമുക്ക് ബ്ലീഡിങ് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനും നമുക്ക് പറ്റും. റേഡിയോ ഫ്രീക്വൻസി അബലേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കുണ്ട്. അത് അഗെയിൻ ഹീറ്റ് ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. MRI ഗൈഡഡ് അൾട്രാസൗണ്ട് ഫോക്കസ്ഡ് ഹീറ്റ് ഡെലിവറി സിസ്റ്റമും ഉണ്ട്. ഇതെല്ലാം ഒരു ടെമ്പററി ഇതാണ്, ഒരു പെർമനൻ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് വീണ്ടും ഈ ഫൈബ്രോയിഡ്സ് നമുക്ക് ഫൈബ്രോയിഡ് ടെൻഡൻസി വരുന്ന ലേഡീസിന് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഫൈബ്രോയിഡ് ഡെവലപ്പ് ചെയ്യാം. പക്ഷേ ഇതെല്ലാം ന്യൂവർ ടെക്നിക്സ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ. സർജറി ഇല്ലാതെ തന്നെ ഒരു പരിധിവരെ നമുക്ക് സിംറ്റംസ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, നമുക്കിപ്പോൾ മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് മിശ്രയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, 45 വയസ്സായി എനിക്ക്. അപ്പോ ഇപ്പൊ പീരീഡ്സ് ആവുമ്പോ ഭയങ്കര വേദന, സഹിക്കാൻ പറ്റാത്ത വേദന. ഇപ്പൊ 2 മാസമായി.
അതെന്താണ്? ഇതിന് മുമ്പ് വേദനയൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു? ഇല്ല, ആദ്യം പ്രസവിക്കുന്നതിന് മുന്നേ വേദന ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഇത്ര ഇതായിട്ട് വേദന ഉണ്ടായിട്ടില്ല. ഇപ്പൊ 2 മാസമായിട്ട് ഭയങ്കര വേദന. അപ്പോൾ പീരീഡ്സ്, ഈ വേദന തുടങ്ങുന്നത് പീരീഡ്സിന് മുമ്പായിട്ടാണോ അല്ല, അതോ പീരീഡ്സ് പീരീഡ്സ് തുടങ്ങിയ ശേഷം? തുടങ്ങിയിട്ട് ഒരു 3-5 മണിക്കൂറെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വേദന വരുന്നത്. രാത്രി ഇപ്പൊ രാവിലെ പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ രാത്രി ആവുമ്പോഴാണ് വേദന വരുന്നത്. വേദന വരുന്നത്. അപ്പം ഈ പീരീഡ്സിൻ്റെ സമയത്ത് വേദന സാധാരണ വരുന്നത് ഞാനിപ്പോൾ ഓൾറെഡി അതിനെപ്പറ്റി പറഞ്ഞു. അഡിനോമയോസിസ് എന്ന് പറഞ്ഞ അസുഖം നമുക്കുണ്ടെങ്കിലോ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ അത് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു കണ്ടീഷനാണ്. നമുക്ക് മെൻസസ് സമയത്ത് വേദന വരാനുള്ള റീസൺ അത് യൂഷ്വലി മെൻസസിന് മുമ്പേ തുടങ്ങി അതിന് ശേഷവും അത് കണ്ടിന്യൂ ചെയ്യുകയാണ് പെയിൻ. ഇപ്പം ഈ പർട്ടിക്കുലർ പെയിൻ പറഞ്ഞ മെൻസസ് സമയത്ത് ഒരു 1-2 ദിവസത്തിനകം നിന്നിട്ട് പോകുന്നതിന് നമുക്ക് ടാബ്ലറ്റ് കൊണ്ട് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റുന്നതാണ്. പെയിൻ കില്ലേഴ്സ് കഴിച്ചു കഴിഞ്ഞാൽ അത് നോർമലാകും. പക്ഷേ പെട്ടെന്ന് ഇതിന് മുമ്പൊന്നും വേദന വരാതെ ഇപ്പോൾ വന്ന സ്ഥിതിക്ക് നമ്മളത് ഫർദറായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു സ്കാൻ ചെയ്ത് നോക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ വേദന. ചിലപ്പോൾ ഫൈബ്രോയിഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകാം, അതൊരു കാരണമാകാം ഇങ്ങനെ പെയിൻ വരുന്നത്. അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും പെയിൻ വരാം, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. പെയിന് വേണ്ടിയിട്ട് നമുക്ക് പെയിൻ കില്ലേഴ്സ് എടുക്കുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല. ആൻസർ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രേക്ഷയ്ക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു ഡോക്ടർ. മാത്രമല്ല ഈ ഭക്ഷണക്രമങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ഈ രക്തസ്രാവത്തെ അമിത രക്തസ്രാവത്തെ ബാധിക്കുന്നു. ഭക്ഷണവും അമിത രക്തസ്രാവവും ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ഫുഡ് സിസ്റ്റം, ഒബീസിറ്റിയാണ് ഒരു റീസൺ പറയുന്നത്. ഒബീസിറ്റി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹോർമോൺ ഈസ്ട്രോജൻ ലെവൽ നമുക്ക് പെരിഫറലി കുറച്ചധികം ഈസ്ട്രോജൻ പ്രൊഡക്ഷൻ ആ ഒരു സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ഫുഡും കൂടുതലായിട്ട് ഫാറ്റി ഫുഡും കഴിക്കുന്ന സമയത്ത് നമുക്കൊരു ഹൈപ്പർ ഈസ്ട്രോജനിസം സ്റ്റേറ്റിലോട്ട് പോവുകയും തന്മൂലം എൻഡോമെട്രിയത്തിൽ ഈ സെൽസ് കൂടുതലായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ തിക്നെസ് കൂടി നമുക്ക് ബ്ലീഡിങ് വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അത് നമ്മൾ പറയുന്നുണ്ട്. ഈ വണ്ണം വെക്കുന്ന ടൈപ്പ് ഓഫ് ഫുഡ്, ഇപ്പം ഷുഗറി ഐറ്റംസ് കൂടുതൽ കഴിക്കാം, ഫാറ്റി ഫുഡ് കൂടുതലായിട്ട്. പ്രോട്ടീൻസിന് വലിയ പ്രശ്നമൊന്നുമില്ല, ഫാറ്റും ഷുഗേഴ്സും കുറച്ച് കുറയ്ക്കുന്നത് നന്നായിരിക്കും. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, നമുക്കിപ്പോൾ മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നും ധന്യാണ്. ധന്യ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. എന്റെ മോൾക്ക് 15 വയസ്സാണേ. അവൾക്ക് ഭയങ്കര ബ്ലീഡിങ്ങും പിന്നെ വയറുവേദന, ഇടുപ്പ് വേദന എല്ലാം കൂടി വന്നിട്ട് 2 ദിവസം ഭയങ്കര പ്രശ്ന. 15 വയസ്സ്? 15 വയസ്സ്. അവൾക്ക് 10 വയസ്സിൽ ഫസ്റ്റ് ആയിട്ട് മെൻസസ് ആയി. അന്ന് മുതൽ തന്നെ എങ്ങനെയാണ്. ഈ 2 പ്രാവശ്യം വരുമ്പോൾ എത്ര ദിവസം ബ്ലീഡിങ് നിൽക്കും? 7 ദിവസം. കട്ടയായിട്ട് പോകുന്നുണ്ടോ? കട്ടയായിട്ടില്ല, പക്ഷെ ഭയങ്കരമായിട്ട് ഓവർഫ്ലോ ആയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഹോർമോൺ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല. തൈറോയ്ഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? സ്കാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അതൊന്ന് ചെയ്യുക. ചിലപ്പോൾ അത് നോർമലി ഫ്യൂ മന്ത്സ് കഴിയുമ്പോൾ ഡിസപ്പിയർ ചെയ്യേണ്ടതാണ്. കുറച്ചൊരു ഇറഗുലർ ബ്ലീഡിങ് ആദ്യം കാണുക, അതിനുശേഷം അത് നോർമൽ ആകേണ്ടതാണ്. അതല്ലേ? അതാകുന്നില്ലെങ്കിൽ തൈറോയ്ഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക, സ്കാൻ ഒന്ന് ചെയ്ത് നോക്കുക. വണ്ണം ഉണ്ടോ കുട്ടിക്ക്? വണ്ണില്ല. ഭയങ്കര ക്ഷീണ കുട്ടിക്ക്. ഇപ്പൊ 10ാം ക്ലാസ്സിലാണ് പഠിക്കണത്. അപ്പൊ അതിന്റെ ടെൻഷനായിരിക്കും എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ക്ഷീണായിട്ട് വരികയാണ്. അപ്പൊ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം, നമുക്ക് ഹോർമോൺ തൈറോയ്ഡ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് അതനുസരിച്ച് എന്താന്നുള്ളത് ഈ 2 പ്രാവശ്യം വരുന്നതിന് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതൊരു 8 ദിവസം ബ്ലീഡിങ് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ അനീമിക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു ഡോക്ടറെ ഒന്ന് കാണിക്കുന്നതായിരിക്കും നല്ലത്. പ്രേക്ഷയ്ക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ തൈറോയിഡ് മറ്റെന്തെല്ലാം ടെസ്റ്റുകൾ നമുക്ക് ഒരു മുൻകൂറായിട്ട് എടുക്കാവുന്നതാണ് ഡോക്ടർ? മാത്രമല്ല ഈ വ്യായാമത്തിൻ്റെ ഒക്കെ പ്രാധാന്യം എത്രത്തോളമുണ്ട്? എപ്പോഴും ഒരു ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ ഒരു 20 ആ റേഞ്ചസിൽ നിർത്തുന്നതാണ് എപ്പോഴും നല്ലത്. തടി കൂടുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ഈസ്ട്രോജൻ ലെവൽ കൂടിയിട്ട് നമുക്ക് എൻഡോമെട്രിയൽ ഗ്രോത്ത് കൂടി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എക്സസൈസ് ചെയ്ത് ഒരു പരിധിവരെ നമുക്ക് ബോഡിയുടെ വണ്ണം കൺട്രോളിൽ നിർത്താൻ നമുക്ക് സാധിക്കും. പിന്നെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, ഷുഗർ ആൻഡ് ഫാറ്റായിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യുക. അതും എക്സസീവ് ബ്ലീഡിങ്ങിനൊരു കാരണമാകാറുണ്ട്.
തൈറോയ്ഡ് ടെസ്റ്റ് എൻഡോക്രൈൻ കോമണസ്റ്റ് കോസ് നമുക്ക് തൈറോയ്ഡ് ഡിസ്ഫങ്ഷനാണ്. ഹൈപ്പോ തൈറോയിഡിസം വരുന്ന സമയത്ത് നമുക്ക് എക്സസീവ് ബ്ലീഡിങ്ങും ചിലപ്പോൾ ബ്ലീഡിങ് ആകാതെ ഇരിക്കുക, രണ്ട് രീതിയിലും അത് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് TSH എന്ന് പറയും. ഒരു ഫ്രീ T3 T4 ആ ലെവലിൽ നമുക്ക് ബ്ലഡിനകത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി അങ്ങനത്തെ ഉള്ള അസുഖങ്ങളുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. വ്യക്തമാണ് ഡോക്ടർ. സ്ത്രീകളിലെ അമിത രക്തസ്രാവത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. കൗമാരക്കാർ മുതൽ പ്രായമായ സ്ത്രീകൾ വരെ ഇതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ആർത്തവകാലത്തും വിരാമത്തിന് ശേഷമുള്ള അസാധാരണമായ ബ്ലീഡിങ്ങിന്റെ അപകടങ്ങളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒബ്സ്ട്രെറ്റിക് ആൻഡ് ഗൈനക്കോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജയശ്രീ വാമനായിരുന്നു. ഡോക്ടർ നന്ദി, നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.